കാലവർഷം എത്തിയതോടെ കേരളത്തിൽ മഴയും സജീവമായി തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നു. ഓരോ ജില്ലയിലും എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ ജില്ലയിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ 14 ജില്ലകൾ 1 മണിക്ക് വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയെന്നാണ് പ്രവചനം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. നാളെയും ഈ രീതിയിൽ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിൽ പറയുന്നു. 11 ജില്ലകളിലാണ് നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. ഈ 11 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. അത് തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഈ ഓറഞ്ച് അലേർട്ടുള്ളയും റെഡ് അലേർട്ടുള്ളയും ജില്ലകളിലൊക്കെ മലയോര മേഖലകളിലൊക്കെ കൃത്യമായ ജാഗ്രത വേണം എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദമുണ്ട്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് കേരളത്തിൽ മഴ വ്യാപകമാകുന്നത്. വരുന്ന ദിവസങ്ങളിൽ 27-ാം തീയതി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ കൂടി സ്വാധീനത്താൽ വരും ദിവസങ്ങളിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ മഴ വ്യാപകമായി തന്നെ തുടരും.